Welcome to another episode of Jupiter. ആദ്യം പഴുത്ത ചക്ക മുറിച്ചെടുത്ത് നല്ല മധുരമുള്ള ചക്കച്ചുള്ളകൾ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി 7 മുതൽ 8 മിനിറ്റ് വരെ ആവിയിൽ പകുതി വേവിച്ചെടുക്കുക. ഇനി റവയും പുട്ടുപൊടി എടുത്ത് 2 മിനിറ്റ് ചെറുതായി വറുക്കുക. അധികം ഉണങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. ബ്രൗൺ ഷുഗർ കാരമലൈസ് ചെയ്യുക. അധികം കട്ടിയാകുകയോ ഒട്ടിപ്പിടിക്കുകയോ വേണ്ട. ആവിയിൽ വേവിച്ച ചക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. 3 ടേബിൾ സ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഏലക്കയും പൊടിച്ചെടുക്കുക. വേവിച്ച ചക്ക ബ്ലെൻഡറിൽ അരച്ച് നന്നായി പേസ്റ്റ് ആക്കുക. 3 ടേബിൾ സ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഏലക്കയും പൊടിച്ച് ചക്കയുടെ പേസ്റ്റിലേക്ക് ചേർക്കുക. ഇനി റവയും പുട്ടുപൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ചതച്ച തേങ്ങയും കാരമലൈസ് ചെയ്ത ശർക്കര ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കുക. എല്ലാ ചേരുവകളും നന്നായി ഇളക്കി 10 മിനിറ്റ് മാറ്റിവെച്ചാൽ മാവ് കട്ടിയാകും. ഇനി ഈ മാവ് എടണ ഇലയിൽ പ്രത്യേക രീതിയിൽ ചുരുട്ടി നിറയ്ക്കുക. ഇലയുടെ രുചികരമായ മണം ആവിയിൽ വേവുമ്പോൾ മാവിലേക്ക് നന്നായി ഇറങ്ങി ചേരും. ഇങ്ങനെ പൊതിഞ്ഞ കുമ്പിളപ്പം 10 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക കുമ്പിളപ്പം റെഡി. നല്ല മണവും മനം മയക്കുന്ന രുചിയും നിറഞ്ഞ ഈ കുമ്പിളപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. കഴിച്ച് ആസ്വദിക്കൂ. വാവ്, നമ്മുടെ മനം മയക്കുന്ന കുമ്പിളപ്പം റെഡിയായി. നല്ല മണവും അടിപൊളി രുചിയുമുള്ള ചക്ക കുമ്പിളപ്പം കഴിച്ച് ആസ്വദിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.